സോങ്ങിന് ഒരുപാട് തവണ കോൾ ചെയ്യുകയും മെസ്സേജൊക്കെ അയക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും സോങ് ഒന്നിനു പോലും റിപ്ലൈ തന്നിട്ടില്ലായിരുന്നു എന്നൊക്കെ ലോന്റെ അടുത്ത് പറയുമ്പോഴത്തേക്കും ലോവും അവളെ ബ്ലോക്ക് ചെയ്യുവാനായിട്ടൊക്കെ ആവശ്യപ്പെടുന്നു. പക്ഷെ സൂവിന് അത് സാധിക്കുമായിരുന്നില്ല. അവൻ എന്തായാലും അവളെ കൊണ്ട് ഇഷ്ടമാണെന്ന് പറയിപ്പിക്കണമെന്നതായിരുന്നു ആഗ്രഹം. അതിനു വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു തന്ത്രമൊക്കെ പറഞ്ഞു തരുവാനായിട്ട് ലോന്റെ അടുത്തും ചോദിക്കുന്നു. അവളും ബിസിനസ് ഒക്കെ ആയിട്ട് നടക്കുന്ന ഒരാളല്ലേ, നമുക്ക് അവളെ സപ്പോർട്ട് ചെയ്യാം. അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് വഴി അവൾക്ക് നിന്റെ അടുത്ത് ഇഷ്ടമൊക്കെ തോന്നുമെന്ന് ലൂ പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്കും അവനും പെട്ടെന്ന് തന്നെ ഒരു വീഡിയോ ഒക്കെ നോക്കിയിട്ട് നമുക്ക് ഈ ഒരു ഡ്രസ്സ് 10 എണ്ണമൊക്കെ അങ്ങ് മേടിച്ചേക്കാമെന്ന് പറയുകയാണ്. അത് കേൾക്കുമ്പോഴത്തേക്കും അവളെ കുറച്ചുകൂടി സപ്പോർട്ട് ചെയ്യുവാനായിട്ട് നമുക്ക് അവളുടെ കടം മൊത്തത്തിൽ അങ്ങ് വാങ്ങിയാലോ എന്നൊക്കെ ലൂ ചോദിക്കുമ്പോഴത്തേക്കും അതും നല്ലൊരു ഐഡിയ ആണെന്നൊക്കെ പറഞ്ഞ് സൂ നിൽക്കുന്നു. സോങ്ങും കുറെ നേരമായിട്ട് ലൈവ് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവളും ഏറ്റവും ഒടുവിലായിട്ട് മടുത്തിരിക്കുന്നു. ഇങ്ങനെ പോകുകയാണെങ്കിൽ വുമൻസ് ഡേയുടെ അന്ന് ഒരുപാട് ഡ്രസ്സ് വിൽക്കണമെന്ന് നമ്മുടെ ആഗ്രഹമൊന്നും നടക്കുകയില്ല എന്നൊക്കെ പറഞ്ഞ് അവൾ നിൽക്കുന്നു. ഇപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ കാണുവാനായിട്ട് ആളുകൾ വളരെ കുറവാണ്. നമ്മൾ എങ്ങനെയാണ് കൂടുതൽ ആൾക്കാരെ ഈ ഒരു വീഡിയോ ഒക്കെ കാണിച്ച് കൂടുതൽ ഓർഡേഴ്സ് ഒക്കെ മേടിച്ചെടുക്കുക എന്നൊക്കെ അവൾ ചോദിക്കുമ്പോഴത്തേക്കും ഹാനിനും ഒരു ഐഡിയ ഒക്കെ തോന്നുന്നു. ഒരു ബ്ലോഗറിന്റെ വീഡിയോ ഒക്കെ ഹാൻ കാണിച്ചു കൊടുക്കുകയാണ്. ആ ഒരു ബ്ലോഗർ ആകട്ടെ തന്റെ ബോയ് ഫ്രണ്ട് ഈ ഒരു പെർഫ്യൂം ഒക്കെ ഗിഫ്റ്റ് നൽകിയതാണെന്ന് പറഞ്ഞ് ഒരു പെർഫ്യൂമിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കാണിക്കുന്നതായിരുന്നു വീഡിയോയിൽ ഉണ്ടായിരുന്നത്. പിന്നീട് അവർ സൂവിനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോഴത്തേക്കും സൂവും തലേദിവസം മദ്യപിച്ച് അവളുടെ വീട്ടിലായിരുന്നു കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നെന്ന കാര്യമൊക്കെ അവളും ഹാനെ അറിയിക്കുന്നത്. പിന്നെ ഇതുപോലത്തെ സെലിബ്രിറ്റീസിന്റെ കാര്യം പറയുകയാണെങ്കിൽ അവർക്കും നല്ലൊരു തുകയൊക്കെ നൽകാതെ അവർ ഒരിക്കലും ഇതുപോലത്തെ അഡ്വർടൈസ്മെന്റ് ഒന്നും ചെയ്യുകയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി എന്ത് ചെയ്യുമെന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവരും മറ്റൊരു മാർഗമൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. ഷിയാനും ഒരു ക്ലാസ് ഒക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ അവന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലെ ഫോളോവേഴ്സ് വളരെയധികം കുറവാണ്. അവന്റെ ഫ്രണ്ടിനോടും ഫോളോവേഴ്സിന്റെ എണ്ണമൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അവന് 3000 ഫോളോവേഴ്സ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ അവൻ മറ്റൊരാൾക്ക് മെസ്സേജ് ഒക്കെ അയച്ചതിനു ശേഷം നിങ്ങളുടെ അക്കൗണ്ടിൽ ഞാനൊന്ന് വന്നോട്ടെ, അങ്ങനെ ആകുമ്പോഴത്തേക്കും എനിക്കും കുറച്ചുകൂടി ഫോളോവേഴ്സിനെ കിട്ടുമെന്നൊക്കെ അയാളുടെ അടുത്ത് പറയുന്നുണ്ടെങ്കിലും അയാളും മറ്റൊരു കോൺട്രാക്റ്റിലൊക്കെ ഏർപ്പെട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരാളെ പുതിയതായിട്ടൊന്നും ആഡ് ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞ് അവനെ ഒഴിവാക്കുന്നു. അങ്ങനെ ഇരിക്കെയാണ് അവന് മറ്റൊരു ഐഡിയ ഒക്കെ തോന്നുന്നത്. അങ്ങനെ ഷിയാൻ നേരെ എത്തുന്നത് സോങ്ങിന്റെ അടുത്തേക്കാണ്. അവളുടെ കൂടെ അവനെയും കൂടി പാർട്ട്ണർ ആക്കാവോ എന്നൊക്കെ അവനും ചോദിക്കുന്നു. എന്തായാലും ഞാൻ കൂടി നിങ്ങളുടെ കൂടെ കൂടുകയാണെങ്കിൽ നിങ്ങളുടെ സെയിൽസ് ഒരുപാട് വർദ്ധിക്കുന്നതായിരിക്കുമെന്ന് അവൻ ഉറപ്പ് നൽകുകയാണ്. സോങ്ങിന്റെ ഷോപ്പും പുതിയൊരു വീഡിയോ ഒക്കെ ഇടുകയാണെന്ന് മനസ്സിലാകുമ്പോഴത്തേക്കും സൂവും നേരെ ആ ഒരു വീഡിയോ ഒക്കെ കാണുവാനായിട്ട് ചെല്ലുന്നു. വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ സോങ്ങിനെ കാണുന്നത് കൊണ്ട് തന്നെ അവനും ഒരുപാട് ലൈക്കും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ ആയിരുന്നു സോങ് അവളുടെ റിഫ്ലക്ഷനെ കുറിച്ചൊക്കെ പറയുന്നതിന് മുമ്പായിട്ട് തന്നെ ഷിയാനയും കൂടി കൂടെ കൂട്ടിയാണ് ആ ഒരു ലൈവ് ഒക്കെ ചെയ്യുന്നത്. എന്തായാലും അവരങ്ങനെ ഒന്നിച്ചു നൽകുന്നതൊക്കെ കാണുമ്പോഴത്തേക്കും സൂവിന് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. അതൊക്കെ കണ്ടുകൊണ്ടിരുന്ന ലൂവും ഇതൊരു ബിസിനസ് ഒക്കെ ആയതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്താലേ പിടിച്ചു നിൽക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ, നീയും അതൊന്നോർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് സൂവിനെ സമാധാനിപ്പിക്കാനായിട്ടൊക്കെ നോക്കുന്നുണ്ട്. വീഡിയോ വീണ്ടും മുന്നോട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും സൂവും ആ ഒരു കൂട്ടത്തിൽ കാഴ്ചക്കാരനായിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെ സോങ്ങും മനസ്സിലാക്കുകയാണ്. അങ്ങനെ ഇരിക്കെ നിങ്ങൾ റിലേഷൻഷിപ്പിലാണോ എന്ന് പലരും ചോദിക്കുമ്പോഴത്തേക്കും അവരും ഞങ്ങൾ പഴയ ഫ്രണ്ട്സ് ആണെന്നൊക്കെ പറഞ്ഞ് ഒന്നിച്ചു നിൽക്കുന്നു. ഫ്രണ്ട്സ് ആണെങ്കിൽ എന്തിനാണ് ഇത്രയ്ക്ക് അടുത്തൊക്കെ നിൽക്കുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവനും ആകെ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോക്കുകയാണ്. ലോവും ആവശ്യമില്ലാത്ത ഒരു പണിക്ക് പോയേക്കരുതെന്നൊക്കെ പ്രത്യേകമായിട്ട് അവന് മെസ്സേജ് അയക്കുന്നു. ഷിയാനും അവന്റെ ഫാൻസിനെയൊക്കെ കൂട്ടുവാനായിട്ടാണ് അവിടെ എത്തിയിട്ടുള്ളത് എന്ന കാര്യം സോങ്ങിന്റെ അടുത്തും അറിയിക്കുകയാണ്. പിന്നെ അവിടെയുള്ള മൊത്തത്തിലുള്ള അറേഞ്ച്മെന്റ് ഒന്നും അത്രയ്ക്ക് രസമില്ല, നമുക്കും കുറച്ചുകൂടെ ഹൈ ക്വാളിറ്റി ഫോട്ടോസ് ഒക്കെ ആവശ്യമായിട്ടുണ്ട്. ഷിയാനും കുറച്ച് ഫോട്ടോസ് ഒക്കെ കാണിച്ചതിന് ശേഷം നമുക്ക് ഇതുപോലത്തെ ഫോട്ടോസ് ആണ് ആവശ്യമായിട്ടുള്ളതെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഷിയാന് വേണ്ടി അവള് മോഡലൊക്കെ ആക്കാമെന്ന് സമ്മതിക്കുന്നു. ഇനി ഫോട്ടോസ് എടുക്കുവാനായിട്ട് ഷിയാനും സമ്മതിക്കുകയാണ്. അങ്ങനെ അവളും ഫോട്ടോയ്ക്ക് വേണ്ടി ഒരു നൈറ്റ് ഡ്രസ് ഒക്കെ ഇട്ട് വെളിയിലേക്ക് ഇറങ്ങി വരുമ്പോഴത്തേക്കും ആയിരുന്നു അവിടെ സു എത്തിയിട്ടുണ്ടായിരുന്നത്. അവനും നീ ഇതുപോലത്തെ ഡ്രസ്സ് ഒന്നും ഇട്ട് ഇവിടെ നിൽക്കാനായിട്ട് പാടില്ല എന്നൊക്കെ പറഞ്ഞ് അവളെ തടയുന്നുണ്ടെങ്കിൽ പോലും അവളാകട്ടെ ഇപ്പോൾ ഫോട്ടോ ഒക്കെ എടുക്കുന്ന ടൈം ആണെന്ന് പറഞ്ഞ് അവനെ മാക്സിമം അവോയ്ഡ് ചെയ്യുന്നു. അവളെ തടയുവാനായിട്ട് പല രീതിയിൽ അവൻ നോക്കുന്നുണ്ടെങ്കിലും ഏറ്റവും ഒടുവിലായിട്ട് ക്യാമറയുടെ മുമ്പിൽ പോലും നിൽക്കുന്നുണ്ടെങ്കിലും അതൊന്നും കൊണ്ടും അവൾ ആ ഒരു പരിപാടി നിർത്തുവാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. നീ ഇങ്ങനെ ഒറ്റയ്ക്ക് നിന്നിട്ട് ഒരു കാര്യവും ഇല്ല, ഒരു കാര്യം ചെയ്യാം, ഞാൻ തന്നെ നല്ല ഒരാൾ നിനക്ക് വേണ്ടി കണ്ടുപിടിച്ചു തരാം, അതാകുമ്പോഴത്തേക്കും കപ്പിൾ ഔട്ട്ഫിറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഇടുകയും ചെയ്യാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഷിയാൻ നിൽക്കുമ്പോഴത്തേക്കും ഇവിടെ ഞാനുള്ളപ്പോൾ നീ എന്തിനാണ് മറ്റൊരാളെ അന്വേഷിക്കുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് സുവും പെട്ടെന്ന് തന്നെ മാച്ചിങ് ആയിട്ടുള്ള മറ്റൊരു ഡ്രസ്സ് ഒക്കെ ഇട്ട് വരികയാണ്. അങ്ങനെ അവർ രണ്ടുപേരും ചേർന്ന് നിന്ന് ഫോട്ടോസ് ഒക്കെ എടുക്കുകയാണ്. അങ്ങനെ അവർ നിൽക്കുമ്പോഴത്തേക്കും നിന്നെ ആദ്യമായി കണ്ട നാൾ തൊട്ട് എനിക്ക് നിന്നോട് ഇഷ്ടമുണ്ടായിരുന്നു, ഞാനിപ്പോൾ അത് തുറന്നു പറയുകയാണെന്ന് പറഞ്ഞ് ഒരു ഐ ലവ് യു പറയുന്നതായിട്ടൊക്കെ അവനും ഓർത്തു നോക്കുന്നു. പിന്നീട് അവനും കിസ് ചെയ്യുവാനായിട്ടൊക്കെ തുടങ്ങുന്നുണ്ടെങ്കിലും
അപ്പോഴായിരുന്നു എവിടെയാണ് അവൻ നിൽക്കുന്നതെന്ന കാര്യമൊക്കെ അവൻ ഓർക്കുന്നത് പോലും. അങ്ങനെ ഇരിക്കെ അവൻ പെട്ടെന്ന് ഒഴിഞ്ഞു മാറുവാനായിട്ടൊക്കെ നോക്കുമ്പോഴത്തേക്കും അവളും വീഴുവാൻ തുടങ്ങുന്നു. അവൻ അപ്പോൾ തന്നെ അവളെ പിടിക്കുന്നു. അങ്ങനെ അവർ പരസ്പരം നോക്കി നിൽക്കുന്നതൊക്കെ കാണുമ്പോഴത്തേക്കും ഷിയാനും പല രീതിയിലായിട്ടൊക്കെ അവരുടെ ഫോട്ടോസ് എടുക്കുന്നു. ലു കാറിലിരിക്കുന്ന സമയത്താണ് ഹാനും വെളിയിൽ നിൽക്കുന്നതൊക്കെ കാണുന്നത്. അവളും കുറേയധികം സാധനങ്ങളൊക്കെ ഇറക്കി വെക്കുവാനായിട്ട് നോക്കുകയായിരുന്നു. അവൾക്കും സോങ്ങിന്റെ ആവശ്യമില്ല, എല്ലാ കാര്യങ്ങളും തന്നെ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോഴത്തേക്കും അവളുടെ കൈ സ്ലിപ്പായിട്ട് കുറെ സാധനങ്ങളൊക്കെ താഴേക്ക് വീഴുന്നു. ഈ ഒരു സന്ദർഭം മുതലാക്കിക്കൊണ്ട് ലൂവും അവളെ ഹെൽപ്പ് ചെയ്യുവാനായിട്ട് കൂടുന്നു. സോങ്ങിനെ ഹെൽപ്പ് ചെയ്യുവാനായിട്ട് പോയിരിക്കുകയാണ്. പിന്നെ ഷിയാനും അവരുടെ കൂടെ ഫോട്ടോ ഒക്കെ എടുക്കുവാനായിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ നീ തനിച്ചാണല്ലോ എന്നൊക്കെ ഓർത്തിട്ടായിരുന്നു നിന്നെ ഹെൽപ്പ് ചെയ്യുവാനായിട്ട് ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നതെന്നൊക്കെ ലൂവും ഹാന്റെ അടുത്ത് പറയുന്നു. അതൊക്കെ പോട്ടെ, ഷിയാനും സോങ്ങും തമ്മിൽ എന്ത് ബന്ധമാണ് ഉള്ളതെന്നൊക്കെ അവൻ ചോദിക്കുവാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിനൊരു മറുപടി ഒന്നും ഹാൻ കൊടുക്കുന്നുണ്ടായിരുന്നില്ല. അറിയണമെങ്കിൽ അവരോട് നേരിട്ട് ചോദിക്കുവാനായിട്ടായിരുന്നു അവളും ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ അവർക്ക് ഒരുപാട് ഓർഡേഴ്സ് ഒക്കെ വന്നിരിക്കുകയാണ്. ഹാനും പല സ്ഥലങ്ങളിലായിട്ട് പോയിട്ട് ഡ്രസ്സൊക്കെ ഡെലിവറി ചെയ്യുന്നു. സോങ്ങിന്റെ വീഡിയോയിലാകട്ടെ എല്ലാവരും മെയിൽ മോഡലിനെ കുറിച്ചാണ് കൂടുതലായിട്ടൊക്കെ അന്വേഷിക്കുന്നത്. അയാൾ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ടോ എന്നും അയാളെ വീണ്ടും കാണുവാനായിട്ട് ആഗ്രഹമുണ്ടെന്നും ഒക്കെ ഗേൾസ് പറയുന്നത് കേൾക്കുമ്പോഴത്തേക്കും അവിടേക്ക് എത്തുന്ന സൂര്യനെയും കൂട്ടിക്കൊണ്ട് വീണ്ടും വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാനായിട്ട് സോങ്ങും തീരുമാനിക്കുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി കപ്പിൾ ഡ്രസ് ഒക്കെ ഇട്ടതിന് ശേഷം വീഡിയോയിൽ നിൽക്കുകയും പിന്നീട് അവനെ കൊണ്ട് കുറെ കാര്യങ്ങളൊക്കെ സംസാരിപ്പിക്കുകയും ചെയ്യുകയാണ്. നേരത്തെ അവൾക്കും ഒരു ഗെയിമിലൊക്കെ പങ്കെടുത്താൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ടായിരുന്നല്ലോ. ഇപ്പോൾ അതിന്റെ ടിക്കറ്റ് ഒക്കെ ലൂവും സൂര്യന് വേണ്ടി മേടിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. ഇനി ഈ ഒരു ടിക്കറ്റ് ഒക്കെ കാണിച്ചതിന് ശേഷം നീയും അവളെ ഡേറ്റിനായിട്ട് വിളിച്ചോളാൻ പറഞ്ഞിട്ട് ലൂവും പോകുന്നു. ഇനി രണ്ടുപേര് ആ ഒരു ലൈവ് വീഡിയോ ഒക്കെ കണ്ടുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അവരും അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്കും ആയിരുന്നു അവിടേക്ക് മറ്റൊരു ഗേളും കൂടി വരുന്നത്. ആ ഒരു ഗേളുടെ ആകട്ടെ റെസ്ക്യൂ ഓപ്പറേഷൻസിനെ കുറിച്ച് മാത്രമേ ശ്രദ്ധയുള്ളൂ, അല്ലാതെ ഇതുപോലത്തെ കാര്യങ്ങളിൽ ഒന്നും തന്നെ ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോഴത്തേക്കും കൂട്ടത്തിലുണ്ടായിരുന്ന ബോയും അപ്പോൾ നിനക്ക് ഹാൻസം ആയിട്ടുള്ള ബോയ്സിനെ വേണമെന്നൊന്നും നിർബന്ധമില്ലല്ലേ, ആരെ കിട്ടിയാലും നീ ഓക്കെ ആണെന്ന് തോന്നുന്നല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മറ്റൊരാൾ നിൽക്കുന്നു. അവളും അവൾക്ക് സ്വിമ്മിംഗ് ഒക്കെ അറിയാവുന്ന ആൾക്കാരാണ് കൂടുതൽ ഇഷ്ടമെന്ന് പറയുമ്പോഴത്തേക്കും അവനും സ്വിമ്മിംഗ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുവാനായിട്ട് പോകുന്നു. അങ്ങനെ ഇരിക്കെ മറ്റൊരു കാര്യം ബാക്കി രണ്ട് ഗേൾസും തമ്മിൽ ഡിസ്കസ് ചെയ്യുകയാണ്. അതായത് എല്ലാവരുടെ മുമ്പിൽ വളരെ വാശിക്കാരനും ഭയങ്കര സ്ട്രിക്റ്റുമാണ്. ഇപ്പോൾ തന്നെ അവരുടെ ടീമിലുള്ള പലർക്കും സ്വിമ്മിംഗ് ഒന്നും ശരിക്കും അറിയത്തില്ലാത്തത് കൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട ട്രെയിനിങ് ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞ് നടക്കുകയാണ്. പക്ഷേ എന്തുകൊണ്ടാണ് സോങ്ങിന്റെ അടുത്ത് മാത്രം അവൻ ഇത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ടൊക്കെ നിൽക്കുന്നതെന്ന് അവർ സംശയിച്ചതിന് ശേഷം പിന്നീട് അവർ തമ്മിൽ പ്രണയത്തിലാണെന്നുള്ള സത്യം മനസ്സിലാക്കുന്നു. ഷിയാനും പിറ്റേ ദിവസം എത്തുമ്പോഴത്തേക്കും ഒരുപാട് ഓർഡേഴ്സ് ഒക്കെ നിരത്തി വെച്ചിരിക്കുന്നത് അവൻ കാണുകയാണ്. എന്റെ ഫോട്ടോഷൂട്ട് കൊണ്ട് ഇങ്ങനെ ഒരു ഉപകാരം ഉണ്ടായല്ലോ, ഞാൻ കാരണമാണ് ഇപ്പോൾ സെയിൽസ് ഒക്കെ വളരെയധികം മുകളിലേക്ക് പോയതെന്നൊക്കെ പറഞ്ഞ് അവൻ നിൽക്കുമ്പോഴത്തേക്കും ഇതൊന്നും തന്നെ നീ കാരണമല്ല, മറിച്ച് ഇന്നലെ ഒരു ലൈവ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അത് വളരെ വലിയ ഹിറ്റായി, അതുകൊണ്ടാണ് നമുക്ക് ഇത്രയ്ക്ക് ഓർഡേഴ്സ് ഒക്കെ വന്നിട്ടുള്ളതെന്ന് ഹാനും പറയുന്നു. ഒരു കാര്യം ചെയ്യും, നീനെ ഹെൽപ്പ് ചെയ്യുന്നൊക്കെ പറഞ്ഞ് ഹാൻ നിൽക്കുമ്പോഴത്തേക്കും അവനാകട്ടെ ഇന്നലെ ഒരുപാട് ആർട്ടിക്കിളൊക്കെ എഴുതാനുണ്ടായിരുന്നത് കൊണ്ട് തന്നെ അതിന്റെ ക്ഷീണത്തിലാണ് ഉള്ളതെന്നൊക്കെ പറയുകയാണ്. നീ ഒന്നുമില്ലെങ്കിലും എന്റെ ആന്റിയുടെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ, അതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനത്തെ ജോലികൾ ഒന്നും തരരുതെന്ന് പറഞ്ഞ് അവൻ നിൽക്കുമ്പോഴത്തേക്കും നീ എന്തായാലും ഗെയിമൊക്കെ കളിച്ചുകൊണ്ടായിരിക്കും ഉറങ്ങാതെ ഇരുന്നിട്ടുണ്ടാക്കുക, അതുകൊണ്ട് തന്നെ വർക്ക് ചെയ്യുന്നതിൽ നിനക്ക് ഒരു രീതിയിലും ഒഴിവാക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞ് ഹാനും അവനെ നിർബന്ധപൂർവ്വം വർക്കൊക്കെ ഏൽപ്പിക്കുന്നു. സോങ്ങും ഇപ്പോൾ സെയിൽസ് ഒക്കെ വർദ്ധിച്ചത് കൊണ്ട് തന്നെ സൂവിനെ കാണുവാനായിട്ട് എത്തിയിരിക്കുന്നു. സെയിൽസിൽ ഏറ്റവും മുന്നിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മെയിൽ പൈജാമാസ് ഒക്കെ ആയിരുന്നു അവളും അവന് ഗിഫ്റ്റ് ആയിട്ട് നൽകിയിട്ടുണ്ടായിരുന്നത്. അതിട്ടിട്ട് നിന്നെ കാണുവാൻ വളരെ ഭംഗിയുണ്ടായിരുന്നു എന്ന് അവൾ പ്രത്യേകമായിട്ട് പറയുന്നു. ഇനി നിനക്ക് എന്തെങ്കിലും ഹെൽപ്പ് ഒക്കെ വേണ്ടി വരികയാണെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, മറ്റൊരാളെ നീ വിളിക്കുവാനായിട്ട് നിൽക്കേണ്ട എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് ഷിയാനെ കുറിച്ചാണെന്നുള്ള കാര്യം അവൾക്ക് മനസ്സിലാകുന്നു. നിങ്ങൾ രണ്ടുപേരും രണ്ട് പോയിന്റിൽ വെച്ചായിരുന്നു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നതെന്നൊക്കെ അവൾ പറയുമ്പോഴത്തേക്കും അവനും അവൾക്കൊരു കോഫിയൊക്കെ നൽകിയതിനു ശേഷം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് രണ്ട് പോയിന്റിൽ വെച്ചാണെങ്കിൽ പോലും ഏറ്റവും ആദ്യം ഇത് അവസാനിപ്പിക്കുന്നത് ഞാനായിരിക്കുമെന്ന് അവനും പറയുന്നു. ട്രെയിനിങ്ങിന് പോകുവാനായിട്ട് എല്ലാവരും റെഡിയായി നിൽക്കുകയാണെന്നൊക്കെ ലൂ പെട്ടെന്ന് വന്ന് പറഞ്ഞ് കഴിയുമ്പോഴത്തേക്കും സോനും ആ ഒരു ട്രെയിനിങ്ങിനൊക്കെ പോകേണ്ടതായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ സോങ് പെട്ടെന്ന് തന്നെ അവിടെ നിന്നും പോകുന്നു. അവനും അവളുടെ പിറകെ ഓടിച്ചെന്നതിന് ശേഷം ആ ഒരു ടിക്കറ്റ് ഒക്കെ അവൾക്ക് നൽകിയിട്ട് നമുക്ക് ഈ ഒരു പ്രോഗ്രാമിന് പോയാലോ എന്നൊക്കെ ചോദിക്കുകയാണ്. അവളും പോകാമെന്ന് സമ്മതിക്കുന്നു. അണ്ടർ വാട്ടർ ട്രെയിനിങ് ഒക്കെ നടത്തുവാനായിട്ട് കുറച്ച് സംഘം ആൾക്കാരൊക്കെ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ രണ്ടുപേര് വെള്ളത്തിനടിയിൽ നിൽക്കുന്ന സമയത്ത് അതിലൊരാളുടെ കാലൊക്കെ അവിടെ ഉണ്ടായിരുന്ന ഒരു നെറ്റിൽ കുടുങ്ങി പോകുകയാണ്. അവരും സഹായത്തിന് വേണ്ടിയിട്ട് ഒരു സിഗ്നലൊക്കെ നൽകുമ്പോഴത്തേക്കും സൂവും സംഘവും ആ ഒരു സിഗ്നലൊക്കെ കാണുകയാണ്. അങ്ങനെ സൂവും ലൂവും കൂടി അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ടും പോകുന്നു. ബാക്കിയുള്ള രണ്ടുപേരോട് 6 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് ഞങ്ങളെ കാണുന്നില്ല എങ്കിൽ വരണമെന്നൊക്കെ ആയിരുന്നു അവർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ 2 മിനിറ്റ് മാത്രമാണ് ശേഷിക്കുന്നത്, അവർ ഇതുവരെ ആയിട്ടും വന്നില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് അവരും
തിരിച്ച് വെള്ളത്തിലേക്കൊക്കെ ഇറങ്ങുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ കുറച്ച് പേര് മുകളിലേക്കൊക്കെ എത്തുന്നു. ആദ്യം 2 പേരായിരുന്നല്ലോ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അതില് ഒരാളായിരുന്നു ഇപ്പോൾ വന്നിട്ടുണ്ടായിരുന്നത്. അയാളുടെ കൂടെ ഉള്ളത് ലൂ ആണ്. ഇനി സൂ ആകട്ടെ ഒരാളുടെ കാലിൽ വലയൊക്കെ കുടുങ്ങി പോയിട്ടുണ്ടായിരുന്നല്ലോ. അയാളെ രക്ഷിക്കാനായിട്ട് നോക്കുകയാണ്. ഏറ്റവും ഒടുവിലായിട്ട് സൂവും അയാളെ രക്ഷിച്ചുകൊണ്ടൊക്കെ വരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ഇങ്ങനെ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.